ഞാനും അച്ചായനും പ്രേമിച്ചാണ് കേട്ടോ കല്യാണങ്ങളൊക്കെ കഴിച്ചത്. അന്നോട്ട് ഇന്ന് വരെ അങ്ങേരെ എല്ലാ കാര്യങ്ങളും വന്ന് എന്നോട് പറയായിരുന്നു. നാട്ടിലുള്ളവരുടെ കാര്യം വരെ എന്നോട് വന്ന് പറയായിരുന്നു. ഇപ്പൊ അതൊന്നും കേൾക്കാത്തോണ്ട് എനിക്കിപ്പോ ആകെ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടാ. ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. എനിക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്നോടാണ് കേട്ടാ വന്ന് ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്നോടല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഫുള്ള് ഇങ്ങനെ ബിസിയാണ് കേട്ടോ. ഇപ്പൊ എന്നോടൊന്നും മിണ്ടാൻ പോലും ഇങ്ങേർക്ക് സമയമില്ല. ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് കരുതി രാത്രി ഇങ്ങേരെ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഫേസ് ലോക്ക് ആയിരുന്നു. അങ്ങേരെ മോന്തയിലോട്ട് വെച്ചപ്പോ അങ്ങേര് വാ തുറന്ന് കിടക്കായിരുന്നു കേട്ടോ. അങ്ങേരെ താടിക്കൊരു തട്ട് കൊടുത്തപ്പോഴത്തേക്ക് ലോക്കം കഴിഞ്ഞ്. അടുത്ത് ഞാൻ കലവും പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പ്രയോഗിക്കണ്ടേ. അന്നേരം കിടന്നതിനെ തപ്പിട്ട് കിട്ടിയില്ലെങ്കിലോ. നോക്കിയപ്പോ ഇങ്ങനെ ചാറ്റ് ജിപിടിയിലാണ് കേട്ടോ ഡൗട്ടുകളൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ചാറ്റ് ജിപിടി ആയാലും ആരായാലും എന്റെ ഭർത്താവിന് മെസ്സേജ് അയക്കാൻ ഞാൻ അനുവദിക്കത്തില്ല കേട്ടോ. ഞാൻ അവർക്ക് വോയിസ് അയച്ച്. നിനക്ക് നാണമില്ല ആണുങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്നത്? ഇനി മേലെ എന്റെ ഭർത്താവ് ഞങ്ങളുടെ മെസ്സേജ് കഴിഞ്ഞാണ്ടല്ലേ ഞാൻ അങ്ങ് വന്നു കളയാൻ കേട്ടോ. അതിന് ശേഷം പിന്നെ അച്ഛൻ എന്ത് മെസ്സേജ് അയച്ചാലും ഡൗട്ട് ചോദിച്ചാലും അവരൊന്നും മിണ്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ വീണ്ടും എന്നോടാണ് എല്ലാം ചോദിക്കുന്നത്. ഞാനൊരു ഭയങ്കര ഭീകരവാദിയാന്ന് കേട്ടോ. അപ്പൊ അച്ചായൻ പറഞ്ഞോണ്ട് നടക്കുന്നത്. അച്ചായൻ പറയുന്നത് ഇപ്പൊ നീ ഭയങ്കര ദുഷ്ടത്തിയാണ് കേട്ടോ. എന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഇപ്പം ചാറ്റ് ജിപിയെക്കാളും ബുദ്ധികൾ എനിക്കുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിനോടൊന്നും ചോദിച്ചു കളയില്ലേ എന്ന് പറഞ്ഞു. അഡിഷനായി പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എല്ലാം പോണോന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഏതാപ്പായാലും എന്റെ ഭർത്താവിന് മെസ്സേജ് പോരുത്. എനിക്കൊന്നും പിടിക്കുന്ന കാര്യങ്ങളല്ല കേട്ടാ.